Hi dears, let's move on to our last lesson, Crime and Punishment. Crime and Punishment is a humorous short story written by R.K. Narayan, the Indian English writer. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് R.K. നാരായൺ. R.K. നാരായണൻ്റെ വളരെ ഫേമസ് ആയ ഒരു സിമ്പിൾ ഷോർട്ട് സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. വളരെ സിമ്പിളാണ്. നമുക്ക് ആ ലെസൺ ഞാനത് ആ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ആ ലെസൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഒരു സമ്മറി തരാം. അതിനുശേഷം ലെറ്റ്സ് നോ വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ലെസൺ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും എടുക്കേണ്ടെന്ന് വിചാരിച്ചു. എങ്കിലും നോൺ ഫോക്കസ് ഏരിയ ലെസണിൽ നിന്ന് ഒരു സെക്ഷൻ ഫുൾ ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ചോയ്സ് ഇല്ലാതെ എഴുതാൻ സാധിക്കാതെ വരരുത്. ഫുൾ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വിചാരിച്ചു ഇതും ഒരു സമ്മറി പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു സമ്മറി മതിയാവും. സമ്മറിയും പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കേട്ടോ. ഒന്ന് കേട്ടാൽ മാത്രം മതി, നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും നോക്കണ്ട. ടെക്സ്റ്റ് പിന്നെ ഒന്ന് വായിച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ലിസൺ മീ. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് എ ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി ബൈ R.K. Narayan, an Indian English writer. This short story is about over concerned parenting. ചില കുട്ടികളുണ്ടല്ലോ അമിതമായി ലാളിച്ച് വളർത്തുന്ന അങ്ങനെയുള്ളൊരു ഓവർ കൺസേണിങ് ആയിട്ടുള്ളൊരു ഓവർ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഈ ഷോർട്ട് സ്റ്റോറി. ഇതൊരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. The story narrates a comical episode between a teacher and his naughty nursery student. അപ്പോൾ this story is about a teacher ആൻഡ് എ നഴ്സറി സ്റ്റുഡൻറ്റ്. നിങ്ങൾക്ക് ഈ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കുഞ്ഞു കുട്ടി, നഴ്സറി കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഇതിൽ തന്നേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ലാസ്റ്റ് ഞാനതൊന്ന് നോക്കാം. ഇപ്പം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. The boy was being prepared for a test in arithmetic scheduled for after 2 days. The student provokes the teacher by repeating the wrong answer. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടീച്ചറും ഈ സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. എന്ന് പറഞ്ഞാൽ മാത്സ് പഠിപ്പിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ഒരു ചോദിക്കുകയാണ്, വാട്ട് ഈസ് 16 × 4? അല്ലേ, നമ്മളോട് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ അറിയാം. പക്ഷേ ചില കുട്ടികൾ ടീച്ചേഴ്സിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ, ടീച്ചറിനെ ഒന്ന് നോക്കാം, ഒരു പാഠം പഠിപ്പിക്കാവുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പിള്ളേർ മറ്റൊരു ആൻസർ പറയും. അപ്പോൾ ടീച്ചറിന് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ടീച്ചറും കുട്ടിയും തമ്മിൽ അങ്ങോട്ട് വഴക്കാവും. അത് നമ്മുടെ ക്ലാസ്സുകളിൽ സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ നഴ്സറി കുട്ടിയോട് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. മനഃപൂർവ്വം അവൻ തെറ്റ് വിളിച്ച് പറയുവാണ്, തെറ്റ് പറയണം. അങ്ങനെ ഈ ടീച്ചറിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദ സ്റ്റുഡൻറ്റ് പ്രൊവോക്സ് ദ ടീച്ചർ ബൈ റിപ്പീറ്റിംഗ് ദ റോങ് ആൻസർ. ദ ടീച്ചർ ബിക്കംസ് ആംഗ്രി ആൻഡ് ഫൈനലി അൺഏബിൾ ടു കൺട്രോൾ ഹിംസെൽഫ് ഹി ബീറ്റ്സ് ദ ലിറ്റിൽ ബോയ്. അങ്ങനെ ഈ ടീച്ചർ ദേഷ്യം കൊണ്ട് ഹി സ്ലാപ്ഡ് ഓൺ ദ ചീക്ക്. ചീക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് ചീക്ക്, ഇത് ചിൻ. ദ ടീച്ചർ സ്ലാപ്ഡ് ഓൺ ദ ചീക്ക് ഓഫ് ദ ബോയ്. ദാറ്റ് ഈസ് ദ ക്രൈം ഡൺ ബൈ ദ ടീച്ചർ. അപ്പോൾ ഒരു ടൈറ്റിൽ നോക്കിയേ, നമ്മുടെ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റം അല്ലേ, ഒരു കുറ്റം ഒരാൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പണിഷ്മെൻറ്റ്. സോ ഇൻ ദ സ്റ്റോറി ക്യാൻ യു ടെൽ മീ ഹൂ ഹാസ് ഡൺ ദ ക്രൈം? ആരാണ് കുറ്റം ചെയ്തത്? സാധാരണ കുട്ടികളാണ് കുറ്റം ചെയ്യുന്നത്. ബട്ട് ഇൻ ദിസ് ഷോർട്ട് സ്റ്റോറി ദ ടീച്ചർ ഹാസ് ഡൺ ഓർ ദ ടീച്ചർ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം. വാട്ട് ഈസ് ദ ക്രൈം? The teacher slapped on the cheek of the boy, the little child. അല്ലേ, കൊച്ചുകുട്ടിയുടെ ഈ ചീക്കിൽ ഒരു അടി കൊടുത്തു. പക്ഷേ ടീച്ചർ അടിക്കുന്നതിന് കാരണമുണ്ട്. ഈ ടീച്ചറിനെ മനഃപൂർവ്വം കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ വീണ്ടും റോങ് ആൻസർ പറഞ്ഞപ്പോൾ ടീച്ചറിന് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ അടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ആരാണ് അല്ലേ, ഈ കുട്ടി വളരെ റിച്ചായ പാരൻസിൻ്റെ കുഞ്ഞാണ്. ഒരു ട്യൂഷൻ സാറായിട്ടാണ് ഈ ടീച്ചർ, ഈ സാറ് അവരുടെ വീട്ടിൽ പഠിപ്പിക്കാൻ പോയത്. അപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി സാറിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ് അല്ലേ. പാവം ഒരു കാശിന് വേണ്ടി ജോലിക്ക് പോയൊരു സാറാണ്. അപ്പോൾ അടി കിട്ടിയപ്പോൾ കുട്ടി നിലവിളിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് കുട്ടിയുടെ വീട് എവിടെയാണ്, അവരുടെ ആ ഒരു നഴ്സറി എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിവേ, the teacher has to dance to the tune of the boy. Dance to the tune എന്ന് പറഞ്ഞാൽ എന്താ, താളത്തിനൊത്ത് തുള്ളുക. പിന്നെ ഈ അടി കിട്ടി കുട്ടി അങ്ങോട്ട് നിലവിളിച്ച് തുടങ്ങിയപ്പോൾ ഈ ടീച്ചർക്ക് കുട്ടി പറയുന്നതനുസരിച്ച് കുട്ടിയുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വന്നു. അതാണ് ഈ സ്റ്റോറി. ഓക്കെ, നോക്കിക്കോളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കണ്ട, ഞാൻ പറയുന്ന ആ സമ്മറി ജസ്റ്റ് കേട്ടാൽ മതി.
The boy starts crying, and the teacher fears that the boy's parents, who were in the house at a little distance from the nursery, would come to know this. They were very rich and wealthy. The boy was their only child, one and only child. They loved and cared him too deeply. മനസ്സിലായോ? നഴ്സറി ഇവിടെയാണ്, ഒരു റിച്ച് പാരൻസിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി തന്നെ, ഈ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു നഴ്സറി അവർ ബിൽഡ് ചെയ്തു. അവിടെയാണ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. They were very rich and wealthy. The boy was their one and only child. They loved and cared him too deeply. They were both aware of child psychology. They means the parents. The parents were aware of child psychology. Taught it half an hour every day to the teacher and were against punishing their child. Every day the parents will teach the teacher how to behave with their child, and they were against punishing their child. കുട്ടിയെ ശിക്ഷിക്കുന്നത് ഈ പാരൻസിന് ഇഷ്ടമില്ല, കാരണം ഓമനിച്ച് വളർത്തുന്ന ഒരു കുട്ടിയാണ് അല്ലേ. They provided many facilities to the boy and had everything that the little kid could dream about. The teacher knew that they could not tolerate his act of beating the child. The teacher in some way consoled the boy, but he demanded to stop the day's lessons and play with him. The teacher slapped on the cheek of the boy and the boy began to cry. അപ്പോൾ കുട്ടിയുടെ ഒരു കരച്ചിൽ നിർത്തുന്നതിന് വേണ്ടി ഈ ടീച്ചർ കുറേ ഒന്ന് പരിശ്രമിച്ചു. അപ്പോൾ ഈ കുട്ടി തിരിച്ചു പറയാണ് അല്ലേ, കരച്ചിൽ നിർത്തണമെങ്കിൽ ടീച്ചർ കുട്ടിയോട് പറയാണ്, ടീച്ചർ ഇന്ന് പഠിക്കണ്ട, പഠിപ്പിക്കുന്നത് നിർത്തിയേക്കും. അപ്പോൾ ആ സാറിന് അതനുസരിക്കേണ്ടി വന്നു. ഹി സ്റ്റോപ്പ് ടീച്ചിങ് ആൻഡ് ഹി ഹാഡ് ടു പ്ലേ വിത്ത് ദ ബോയ്. കുട്ടി പിന്നെ ആവശ്യപ്പെടുകയാണ്, എന്നോടൊപ്പം കളിക്കണം. കുഞ്ഞുകുട്ടിയാണ്, നഴ്സറി കുട്ടിയാണ്. The teacher in some way consoled the boy, but he demanded to stop the day's lessons and play with him. When the teacher refused to be the station master for the toy train, the boy blackmailed the teacher by telling him that he would inform his mother about the slap. അപ്പോൾ ആദ്യം ഈ കുട്ടി പറയുകയാണ്, നമുക്ക് ഒരു എൻജിൻ ഡ്രൈവറായിട്ട് കളിക്കാം. ട്രെയിൻ ഉണ്ടല്ലോ, ഇനി കുഞ്ഞു കുട്ടികൾ ഓടിക്കുന്ന ഈ ട്രെയിൻ ഓടിച്ച് കളിക്കുന്നു. അപ്പോൾ ആ ട്രെയിൻ ഓടിക്കുന്നുണ്ട്, ഈ സാറ് എൻജിൻ മാസ്റ്ററായിട്ട് നിൽക്കുന്നു. ആ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ട്രെയിൻ ഓടിച്ച് പോകുന്നു, കുട്ടി സാറ് വിസിലടിക്കണം, ഒരു സ്റ്റോപ്പിൽ നിർത്തണം, അങ്ങനെ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സാർ കളിച്ച് തളർന്നു അല്ലേ. തളർന്നപ്പോൾ പറയാം, ദ ബോയ് ബ്ലാക്ക്മെയിൽഡ്. ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, കളിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പാരൻസിനെ ഇപ്പോൾ വിളിക്കും, അങ്ങനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. Blackmailed the teacher by telling him that he would inform his mother about the slap. At last the teacher obeyed him and he was assigned his duty by the boy. കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ടീച്ചറിന് ചെയ്യേണ്ടി വരുന്നു. The teacher became tired of the game in half an hour, and to his luck, the engine also became damaged. അവസാനം ഈ ട്രെയിനും എൻജിനും ഒക്കെ കളിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ എൻജിൻ ഡാമേജ് ആയി. ദാറ്റ് വാസ് ദ ലക്ക് ഓഫ് ദ ടീച്ചർ. ദ ടീച്ചർ വാസ് taught to repair it. When he refused it, the boy demanded a story from him. അപ്പോൾ എൻജിൻ ചീത്തയായപ്പോഴേക്കും കുട്ടി സാറിനോട് ഡിമാൻഡ് ചെയ്യണം, എന്നാൽ പിന്നെ സാറ് ഈ എൻജിൻ റിപ്പയർ ചെയ്യണം. സാറിന് അറിയില്ല. അപ്പോൾ കുട്ടി സാറിനെ വീണ്ടും ഡിമാൻഡ് ചെയ്യാണ്, എന്താ, എനിക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരണം അല്ലേ. സ്റ്റോറി പറയുന്നതിന് വേണ്ടി കുട്ടി സാറിനെ കമ്പൽ ചെയ്യുന്നു. The teacher was taught to repair it. When he refused it, the boy demanded a story from him. ഞാൻ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ് പറയുന്നത്, ജസ്റ്റ് കേട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ ആ ലെസൺ. ഈ സ്റ്റോറി എന്ന് മനസ്സിലാക്കുക, പിന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അത് പഠിച്ചാൽ മതി. The teacher became exhausted after repeating many stories. അല്ലേ, ഒരു സ്റ്റോറി പറഞ്ഞു, അടുത്ത സ്റ്റോറി പറഞ്ഞു, അങ്ങനെ സ്റ്റോറി ഈ സാറ് കുട്ടിയെ അടിച്ച കാര്യം കുട്ടി പാരൻസിനോട് പറയാതിരിക്കുന്നതിന് വേണ്ടി കുട്ടി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ സാറ് ചെയ്യാൻ ബാധ്യസ്ഥനായി. ദ ടീച്ചർ ഹാസ് ടു ഡാൻസ് ടു ദ ട്യൂൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് അല്ലേ. കുട്ടിയുടെ താളത്തിനൊത്ത് സാറിന് തുള്ളേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാ? പാവം ഒരു സാറ് കാശ്, ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശ്, അതിൽ പറയുന്നുണ്ട് സ്റ്റോറിയിൽ, വളരെ തുച്ഛമായൊരു കാശാണ് കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞു വിട്ടാൽ അയാൾക്ക് ആ കാശ് കിട്ടില്ല, സാലറി കിട്ടില്ല. അതുകൊണ്ട് ഈ കുട്ടി പറയുന്ന അനുസരിച്ച് എല്ലാം കേൾക്കേണ്ടി വന്നു.
As the teacher stopped, unable to continue, the boy ran for his mother. അവസാനം കുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കാതെ വന്നപ്പോഴേക്കും കുട്ടി ഒറ്റ ഓട്ടം നേരെ വീട്ടിലേക്കായി, അല്ലേ, വീട്ടിലേക്ക് പോയി. അപ്പോൾ സാറ് പേടിച്ചു പോയി, ഇനി വീട്ടിൽ പോയി പറയും. അപ്പോൾ കുട്ടിയെ അടിക്കരുതെന്നാണ് പാരൻസിൻ്റെ ഡിമാൻഡ്. അപ്പോൾ അടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ജോലി പോകുമെന്ന് തന്നെ സാറ് വിചാരിച്ചു. The boy ran for his mother. The teacher ran after him, but could not manage to reach him. കുട്ടികൾ അറിയാമല്ലോ, ടീച്ചറിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഓടും. അപ്പോൾ കുട്ടി വളരെ ഫാസ്റ്റായിട്ട് വീട്ടിലേക്ക് ഓടി. അത്രയും ഫാസ്റ്റായിട്ട് ഈ ടീച്ചറിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. The teacher collapsed to the portico step. പോർട്ടിക്കോ മീൻസ് ആ വീടിൻ്റെ വരാന്തയിൽ, ആ ഫ്രണ്ടിൽ ഓടി ഓടി തളർന്ന ആ ടീച്ചർ അങ്ങ് വീണു. Meanwhile, the parents entered. The teacher decided to confess everything to him. Everything to them, the parents. അപ്പോൾ തളർന്ന് പോർട്ടിക്കോയിൽ വീണപ്പോൾ പാരൻസ് ചാടി പുറത്തു വന്നു, അല്ലേ. ഓടി വന്നപ്പോഴേക്കും പോർട്ടിക്കോ സ്പെല്ലിംഗ് PORTICO, വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ വന്നപ്പോഴേക്കും ദ ടീച്ചർ ഡിസൈഡ് ടു കൺഫസ് എവറിത്തിങ് ടു ദെയർ പാരൻസ്, ടു ഹിസ് പാരൻസ്, അല്ലേ. അവിടെ പാരൻസിനോട് എല്ലാം കൺഫസ് ചെയ്യാൻ, നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ സാർ തീരുമാനിച്ചു. The teacher decided to confess everything to them, but the father interrupted by enquiring about the test. The boy felt annoyed at this and slunk behind his parents. കണ്ടോ, അപ്പോൾ ഈ സാറ് മാത്സ് ടെസ്റ്റിന് വേണ്ടി കുട്ടിയെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കായിരുന്നു. അപ്പോൾ സാർ ഇവിടെ വന്നതും പാരൻസ് ചോദിച്ചു, എങ്ങനെയുണ്ട് ടെസ്റ്റിന് എൻ്റെ മോനെല്ലാം റെഡിയായോ, അല്ലേ, ഡബിൾ പാസ് കിട്ടേണ്ട കുട്ടിയാണ്, എല്ലാം റെഡിയായോ. അപ്പോഴേക്കും ടെസ്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും കുട്ടി പാരൻസിൻ്റെ ഇടയിലേക്കൊന്ന് പതുങ്ങി. He looked at the teacher desperately, pleading to save him. ഇത്രയും നേരം സാറിനെ വട്ടം കറക്കിച്ച ഈ കുട്ടി സാറിനെ വളരെ ദയനീയമായി നോക്കി. കണ്ടോ, he looked at the teacher desperately, pleading to save him. Pleading means requesting to save him. The teacher felt sympathy for the boy and replied that he was all right for the test. നല്ലൊരു സാറാണ്, അല്ലേ. കുട്ടിയെ പാരൻസിൻ്റെ മുമ്പേ വഴക്ക് പറയുകയോ അവന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാതെ ആ പാരൻസിൻ്റെ മുന്നിൽ ഈ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അല്ലേ. The teacher felt sympathy for the boy and replied that he was all right for the test. The boy was relieved. അത് കേട്ടപ്പോഴേക്കും the boy was relieved, ആശ്വാസം തോന്നി. And became grateful to the teacher. Grateful means thankful. The boy or the student became thankful to the teacher. The teacher added that they were playing to keep up his spirits. എന്തിനാ? അപ്പോൾ പാരൻസ് ചോദിച്ചു, ഇവിടെ എന്താ പണി? അപ്പോൾ സാറ് തന്നെ കള്ളം പറയാണ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, അല്ലേ. ടു കീപ്പ് അപ്പ് ദ സ്പിരിറ്റ്സ്, നല്ലൊരു എനർജി. പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇൻ്റർവെൽ പോലെ നമ്മളൊന്ന് ഓടിയതാണ്. The end of the story brings smile to the face of the readers as the boy who had been blackmailing the teacher finally fell into his mercy. കണ്ടോ, അപ്പോൾ ഈ കുട്ടി സാറ് കുട്ടി പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യേണ്ടി വന്നുവെങ്കിലും ലാസ്റ്റ് കുട്ടിക്ക് സാറിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു, അല്ലേ. The boy who had been blackmailing the teacher finally fell into his mercy. Mercy means കരുണ. സാറിൻ്റെ ആ ഒരു ദയയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി സറണ്ടർ ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ദ സ്റ്റോറി. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പോൾ ഈ ഒരു ലെസൺ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ലെസൺ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് വേറെ രീതിയിലാണ് കേട്ടോ. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഡിബേറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിരുന്നൊരു ക്വസ്റ്റ്യനാണ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് ഓഫ് ദിസ് പ്രോവർബ് ഓർ സേയിങ്? ഇതൊരു ഡിക്റ്റം അല്ലെങ്കിൽ ഒരു സേയിങ്, ഒരു പ്രോവർബ് പറയണം. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വടി, അല്ലേ. വടി മാറ്റുക അല്ലെങ്കിൽ വടി മാറ്റുക. ദെൻ സ്പോയിൽ ദ ചൈൽഡ്, കുട്ടിയെ നശിപ്പിക്കുക. ഇപ്പോൾ അങ്ങനത്തെ പണിഷ്മെൻ്റ് ഒന്നും സ്കൂളിലില്ല, അല്ലേ. ഇല്ല, ഞങ്ങളൊന്നും വടി എടുക്കാറില്ല, പണിഷ്മെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ മുമ്പ് കാലങ്ങളിൽ നല്ല കോർപ്പറൽ പണിഷ്മെൻ്റ് ആയിരുന്നു, അല്ലേ. ഫിസിക്കൽ പണിഷ്മെൻ്റാണ്, നല്ല അടി കൊടുക്കാറുണ്ട്. അടി കൊടുക്കുന്നതിന് പല ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡിബേറ്റിന് ചോദിക്കാം,
ഡിബേറ്റിന് ചോദിക്കാം, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലേ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് കോർപ്പറൽ പണിഷ്മെൻറ്റ് മീൻസ് ഫിസിക്കൽ പണിഷ്മെൻറ്റ്, അടി, നല്ല ശിക്ഷ, ശാരീരികമായ ശിക്ഷ തരുന്നതിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ എഗെയിൻസ്റ്റ് ആണോ? ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Imagine that a debate was held in your class on the topic corporal punishment hampers child's growth. Hampers means decrease ചെയ്യുക. അവരുടെ ഇപ്പോൾ ഒരു കോർപ്പറൽ പണിഷ്മെൻറ്റ് ഹാമ്പേഴ്സ് ചൈൽഡ്സ് ഗ്രോത്ത്. കുട്ടികൾക്ക് ഇങ്ങനെ ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുത്താൽ അത് അവരുടെ വളർച്ചയെ ബാധിക്കും. ദ ഫോളോയിങ് വേർ പ്രസൻറ്റഡ് ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക്. ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ചില സമയത്ത് അതിനെ ഫേവർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് 4 പോയിൻറ്റ്സ് തരും. പിന്നെ തിരിച്ചായിരിക്കും 4 സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഞാനീ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ ദ ഫോളോയിങ് വേർ പ്രസൻറ്റഡ് ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക്. ഇൻ ഫേവർ മീൻസ് സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഫോർ, അതിനെ സപ്പോർട്ട് ചെയ്ത് ഏതിനെയാ? ഈ പറഞ്ഞ ടോപ്പിക്. വിച്ച് ഇസ് ദ ടോപ്പിക്? കോർപ്പറൽ പണിഷ്മെൻറ്റ് ഹാമ്പേഴ്സ് ചൈൽഡ്സ് ഗ്രോത്ത് അല്ലേ. അതിനെ സപ്പോർട്ട് ചെയ്ത് 4 പോയിൻറ്റ്സ്. കോർപ്പറൽ പണിഷ്മെൻറ്റ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ വേണമെങ്കിൽ ഫിസിക്കൽ പണിഷ്മെൻറ്റ് വേണം. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, കോർപ്പറൽ പണിഷ്മെൻറ്റ് റീഇൻഫോഴ്സസ് പോസിറ്റീവ് ബിഹേവിയർ. പോസിറ്റീവ് ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ നമ്മൾ അയാൾക്ക് അടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവർക്കൊരു പോസിറ്റീവ് ബിഹേവിയർ ചെയ്യുന്നതിന് വേണ്ടി അതിനെ ഒരു റീഇൻഫോഴ്സ് ചെയ്യാണ് അല്ലേ. തെറ്റ് ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ്. ദെൻ തേർഡ് പോയിൻറ്റ്, ഇൻസ്റ്റിൽസ് റെസ്പെക്റ്റ് ടു ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് അടിക്കുമ്പോൾ ടീച്ചേഴ്സിനൊരു റെസ്പെക്റ്റ് കിട്ടും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ, മോർ ഇഫക്റ്റീവ് ദാൻ എനി അതർ മോഡ് ഓഫ് പണിഷ്മെൻറ്റ്. മോർ ഇഫക്റ്റീവ് ദാൻ എനി അതർ മോഡ് ഓഫ് പണിഷ്മെൻറ്റ്. അത് ശരിയല്ലേ? മറ്റെല്ലാ പണിഷ്മെൻറ്റിനേക്കാളും ചില ടീച്ചേഴ്സ് ഇന്ന സബ്ജക്റ്റ് അടി കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ അല്ല അടി കിട്ടുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോകും, അത് നന്നായിട്ട് പഠിക്കും, അതൊരു സത്യമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കോർപ്പറൽ പണിഷ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കുകയാണ്, റൈറ്റ് 4 പോയിൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ ടോപ്പിക്. ഇത് ഇൻ ഫേവർ ഓഫ് ആണ്. എഗെയിൻസ്റ്റ് ദ ടോപ്പിക് ഇതിനെ ഓപ്പോസിറ്റായിട്ട് നിങ്ങളോട് പറയുകയാണ്. എന്തൊക്കെ നമുക്ക് പറയാം ഇതിന് ഓപ്പോസിറ്റായിട്ട് എന്ന് പറഞ്ഞാൽ? കോർപ്പറൽ പണിഷ്മെൻറ്റ്, ഫിസിക്കൽ പണിഷ്മെൻറ്റ് പാടില്ല, അത് പാടില്ല. അതിന് നമുക്കൊരു 3-4 പോയിൻറ്റ്സ് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? Corporal punishment may adversely affect the personality of the students. അല്ലേ, ചില കുട്ടികൾക്ക് ഈ കോർപ്പറൽ പണിഷ്മെൻറ്റ് കൊടുത്താൽ ദാറ്റ് മേ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. പോയിൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യാം. ഞാൻ ഈ പറയുമ്പോൾ തന്നെ എഴുതിയെടുത്തേക്കാം കേട്ടോ. ഇത് അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ചില പിള്ളേരെ അഫക്റ്റ് ചെയ്യും. അടി കിട്ടിയാൽ അവർക്ക് പിന്നെ ചിലപ്പോൾ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആവും. പിന്നെ പഠിക്കണമെന്ന് തോന്നില്ല, നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിപ്പോവും. Corporal punishment means that is physical torture. That is a physical torture. അല്ലേ? So the teacher is imposing physical torture to the students. Then another, a teacher should not punish the student. A teacher should be a friend, a philosopher, and a guide to the children. Then another point, a good teacher provides favorable atmosphere for the children to learn. A teacher should provide favorable atmosphere for the children to learn. ടീച്ചർ കുട്ടിക്ക് പഠിക്കുന്നതിന് വേണ്ടി ഫേവറബിളായ സിറ്റുവേഷൻസ് കൊടുക്കണം. Then a good teacher promotes the child to develop in all the possible ways. അല്ലേ, നമ്മൾ കോർപ്പറൽ പണിഷ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഫിസിക്കൽ പണിഷ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, മറ്റു തരത്തിൽ നമ്മൾ കുട്ടികളെ പണിഷ് ചെയ്തെടുക്കുക. പിന്നെ അങ്ങനെ നമുക്ക് ഏതെങ്കിലും കുറേ പോയിൻറ്റ്സൊക്കെ പറയാം. പിന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് വാസ് എ ഡിക്റ്റം വിച്ച് പ്രിവൈൽഡ് ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നൊരു രീതിയാണ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. നമ്മൾ വടി മാറ്റുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ അടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ അടി കൊടുക്കാതിരിക്കാൻ പാടില്ല. ഡു യു തിങ്ക് ദാറ്റ് there should be corporal punishment in a learning environment? If so, what should be the mode of punishment? Prepare a brief write-up on it. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് എഴുതുക
അല്ലേ? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫിൽ കുറേ കാര്യങ്ങൾ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡിനെ കുറിച്ച് എന്തൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാം അങ്ങനെ ചോദിച്ചാൽ. പിന്നെ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം, എ ടീച്ചർ ഈസ് എ ഫ്രണ്ട് ആൻഡ് എ ഗൈഡ് ആസ് വെൽ. Is it so in the case of a teacher in the story Crime and Punishment? Prepare the character of the teacher in the story Crime and Punishment. ഈ ടെക്സ്റ്റിലുള്ളതല്ല ഞാൻ പറയുന്നത്, ജനറൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ ഈ സ്റ്റോറിയിലെ ടീച്ചറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ഒരു 3 മാർക്സിന് ചോദിച്ചാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? ടീച്ചറുടെ ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ടീച്ചർ ഈസ് എ ഫിനാൻഷ്യലി വെരി പുവർ ഫെലോ. He is an icon of patience. ക്ഷമയുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. ഐക്കൺ ഓഫ് പേഷ്യൻസ്. എത്ര പ്രാവശ്യം ക്ഷമിച്ചു അല്ലെ ഈ കുട്ടി പറയുന്നതനുസരിച്ച്. ദ ടീച്ചർ ഹാസ് ടു ഡാൻസ് ടു ദ ട്യൂൺ ഓഫ് ദ ചൈൽഡ്. However, he loses control and slaps the boy. He has to pay much penalty for it. For slapping the boy, the teacher has to pay a lot of penalty. ഒരു അടിക്ക് പകരം ഈ ടീച്ചറിന് ഒത്തിരി കാര്യം അതിന് പെനാൽറ്റി ആയിട്ട് സഫർ ചെയ്യേണ്ടി വന്നു. The teacher, he is a man of practical sense. He understands the situation very well. A man of practical sense. Then, he finds out that overparenting is the chief cause for the child's misbehavior. The teacher believes that overparenting is the chief cause for the child's misbehavior. ഈ കുട്ടിയുടെ ആ ഒരു മിസ്ബിഹേവിയറിന് കാരണം ദാറ്റ് ഈസ് ഓവർ പാരൻറ്റിങ് അല്ലേ? ഓവർ പാരൻറ്റിങ് ആണ്. അപ്പോൾ ഈ ലെസണിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓവർ പാരൻറ്റിങ്, പിന്നെ ഈ ടീച്ചർ ഈ എന്തൊക്കെയാണ് ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ പാരൻസ്? ഈ പാരൻസിൻ്റെ ക്യാരക്ടർ ചോദിച്ചാൽ കുറച്ച് പോയിൻറ്റ്സ്. They were well versed in the theories of child psychology. The parents were well versed in the theories of child psychology. ചൈൽഡ് സൈക്കോളജിയിലെ ഒരാൾ ഓരോ ഡിഗ്രി ആ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. നല്ല ഡിഗ്രിയൊക്കെ ഉള്ള ആൾക്കാരാണ്. They insist that the child should not be repressed in any way. The child should not be repressed in any way. കുട്ടിയെ യാതൊരു തരത്തിലും നമ്മൾ മാനസികമായിട്ടോ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ല. അതുകൊണ്ട് പറയുന്നുണ്ട് ആ സ്റ്റോറിയിൽ അല്ലേ, കബേർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചു, പിന്നെ ആ കുട്ടിക്ക് കളിക്കാനുള്ള കാര്യങ്ങൾ, കഴിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കാര്യങ്ങളാണ് അവിടെ സൂക്ഷിച്ചത്. They built a nursery and bought expensive toys for the child. They built a nursery and bought expensive toys for the child. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് എഴുതിയെടുക്കാം. They believed in the concept of learning things in a natural way. Learning things in a natural way. However, overparenting makes the child more mischievous. The parents are unaware of their child's misbehavior. See, actually the parents are unaware of their child's misbehavior. ആ കുട്ടിയുടെ മിസ്ബിഹേവിയറിനെ കുറിച്ച് പാരൻസ് അൺഅവെയർ ആയിരുന്നു. അവർക്ക് അതിനെക്കുറിച്ചൊരു കൺസേൺ ഇല്ലായിരുന്നു. ദേ കണ്ടിന്യൂ ടു ലിവ് ഓൺ വിത്ത് ദെയർ നോളജ് ഇൻ ചൈൽഡ് സൈക്കോളജി തിയറീസ്. അവരുടെ ചൈൽഡ് സൈക്കോളജി തിയറീസിലൊക്കെ അവരുടെ തിയറീസിലാണ് അവർ ബിലീവ് ചെയ്തത്. അതുകൊണ്ട് ആ ടീച്ചറിനോട് പറയണ്ട അല്ലേ, ഹാഫ് ആൻ അവർ ടീച്ചറിനെയാണ് ഈ പാരൻസ് സൈക്കോളജി പഠിപ്പിച്ചത്. അതനുസരിച്ച് വേണം ഈ കുഞ്ഞിനോട് പെരുമാറുന്നതിന് വേണ്ടി കേട്ടോ. ഓക്കെ, അനദർ പോയിൻറ്റ്, ഹ്യൂമർ ഇൻ ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഈ സ്റ്റോറിയിലെ ഹ്യൂമർ സെൻസ് എന്താണ്? ആ ഒരു ടൈറ്റിൽ തന്നെ ഹ്യൂമറസ് ആണ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ആക്ച്വലി crimes may be committed by the students, but in the story the crime is committed by the teacher, and for the crime the student is punishing the teacher. കണ്ടോ, ആരാ ഇവിടെ പണിഷ് ചെയ്യുന്നത്? The student is punishing the teacher.
തെറ്റ് ചെയ്യുന്നത് സാറും സാറിന് അതിനു വേണ്ടി പണിഷ് ചെയ്യുന്നത് കുട്ടിയും. ഒരു അടി കൊടുത്തതിൻ്റെ പേരിൽ ഈ കുട്ടി പറയുന്നതെല്ലാം ഈ സാറിന് ചെയ്യേണ്ടി വന്നു, അല്ലേ, പാരൻസിൻ്റെ മുമ്പ് ഒന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. സോ ഇൻ ദ സ്റ്റോറി, ഹ്യൂമർ, സർക്കാസം ആൻഡ് ഐറണി ആർ ദ ഹാൾ മാർക്സ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ ഹാൾ മാർക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമർ, സർക്കാസം എന്ന് പറഞ്ഞാൽ പരിഹാസം, അല്ലേ. സാർ എന്തിനിവിടെ ഈ കുട്ടി പറയുന്നതനുസരിച്ച് കേൾക്കേണ്ടിയിരുന്നത്, ദാറ്റ് ഇസ് എ സർക്കാസം. ദെൻ ഐറണി മീൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ, വിരോധാഭാസം എന്ന് പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഐറണി. സാധാരണ വാട്ട് ഈസ് ദ ഐറണി ഹിയർ? നോർമലി ദ ടീച്ചർ പണിഷിംഗ് ദ സ്റ്റുഡൻറ്റ്. ഹിയർ ദ സ്റ്റുഡൻറ്റ് ഈസ് പണിഷിംഗ് ദ teacher. That is the irony here. Then teacher-student relationship is their parenting. That is the need for corporal punishment. All these are treated in a humorous way. Student-teacher relationship, അല്ലേ, നല്ല സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ട സാറ് കുട്ടിക്ക് വളരെ താഴ്ന്നു പോവുകയാണ്. ദെൻ പാരൻറ്റിങ്, ദറ്റ് ഈസ് പാരൻറ്റിങ് ഇവിടെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ദ നീഡ് ഓഫ് കോർപ്പറൽ പണിഷ്മെൻറ്റ്, കുട്ടിക്ക് ഒരു അടി പോലും കൊടുക്കാതെയാണ് ഇതിനെ വളർത്തിയത്, അതും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ ആവശ്യമില്ല. ദെൻ ദ ടൈറ്റിൽ ഇവോക്സ് പാരഡോക്സിക്കൽ സർക്കാസം, ദാറ്റ് ഐ ടോൾഡ് യു. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് എ പാരഡോക്സിക്കൽ സർക്കാസം. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സർക്കാസമാണ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഹിയർ ദ ക്രൈം ഈസ് ഡൺ ബൈ ദ ടീച്ചർ and the punishment is given to the teacher by the student. Then another humorous thing, the boy's blackmailing is absolutely comical, അല്ലേ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടി സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഓൺ ദ ഹോൾ ദ ഡയലോഗ്സ്, ദ ഇൻസിഡൻറ്റ് ആൻഡ് ക്യാരക്ടറൈസേഷൻ പ്രൊവൈഡ് എ കോമിക് അറ്റ്മോസ്ഫിയർ ടു ദ ഹോൾ സ്റ്റോറി. അപ്പോൾ ഒരു ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോമിക്കൽ ഇഫക്റ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതിയാകും. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് ഫുൾ ലെസൺസ് ഫുൾ ലെസൺസ് ഒന്ന് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാമാണ്, അല്ലേ, മോഡൽ എക്സാമാണ്. ആ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാമോ, ഒന്ന് കേട്ടേക്കാം. The old proverb, spare the road and spoil the child, suggests that if children are not caned, they will become spoiled. Caned means vadi. Caned means vadi ഉപയോഗിച്ചില്ല എങ്കിൽ. If children are not caned, they will become spoiled. അവരെ നശിപ്പിച്ചേക്കാം. In the olden days, it was common for parents and teachers to use the cane as a form of punishment for the slightest act of disobedience. Do you know? അല്ലെ, പണ്ട് കാലങ്ങളിൽ ഒരു ചെറിയൊരു ഡിസൊബീഡിയൻസ് മതി, the parents and the teachers will use the cane, or they will use the cane for physical punishment, corporal punishment. It is very difficult to educate children nowadays. They don't have respect for their parents or for any other adult. Parents don't know what to do or how to make them disciplined. Most often they resort to beating the children. Caned spelling C-A-N-E-D. Cane, C-A-N-E means ചൂരൽ, വടിയില്ലേ, ചൂരൽ വടിക്കാണ് നമ്മൾ കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വടി ഉപയോഗിക്കുന്നതിന് നമ്മൾ കെയിൻഡ്, C-A-N-E-D കേട്ടോ, C-A-N-E-D. ഓക്കെ, മോസ്റ്റ് ഓഫൺ ദ റെസോർട്ട് ടു ബീറ്റിംഗ് ദ ചിൽഡ്രൻ, അല്ലേ, ചെറിയൊരു തെറ്റ് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സ് അടിക്കാറുണ്ട്. ദിസ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ സം കേസസ് ആൻഡ് ഇൻ എ കൺട്രോൾഡ് മാനർ, ബട്ട് ഇഫ് യു എക്സീഡ് ഇറ്റ് ക്യാൻ കോസ് സീരിയസ് പ്രോബ്ലംസ് ഇൻ ദ ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഇൻ ദ ഫാമിലി. അല്ലേ, വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ നമുക്ക് ഒരു കൺട്രോൾഡ് മാനറിൽ നമുക്ക് വടി യൂസ് ചെയ്യാം. ബട്ട് ഇഫ് യു എക്സീഡ് it can cause serious problems in the children and also in the family. So, is it necessary to beat children to educate them?
Admittedly, there are many reasons to allow corporal punishment. First point is that for children's better future, it is vital to teach them discipline from their childhood onwards by using appropriate methods including physical punishment. ഇപ്പം നിങ്ങൾക്ക് ഇതൊരു റൈറ്റപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫോർ ചിൽഡ്രൻസ് ബെറ്റർ ഫ്യൂച്ചർ, it is vital to teach them discipline from their childhood onwards by using appropriate methods including physical punishment. അവർ ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ ഒരു നല്ലൊരു ബിഹേവിയറൊക്കെ പറഞ്ഞു കൊടുത്ത് വരിക. ഓക്കെ, യൂസിങ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് including physical punishment. Secondly, it is quick and effective. Corporal punishment അല്ലേ, അവർക്ക് നമ്മൾ വടി ഉപയോഗിക്കണം, അടി കൊടുക്കണം എന്ന് പറയുന്നതിന് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് ഇഫക്റ്റീവ്. നമ്മളൊരു പണിഷ്മെൻറ്റ് കൊടുത്താൽ ദാറ്റ് ഈസ് പെട്ടെന്ന് ക്വിക്ക് ആക്ഷനാണ്. അടി കിട്ടിയാൽ ഉടൻ തന്നെ അതിൻ്റെ ആക്ഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇഫക്റ്റീവ്. തേർഡ്ലി, ആസ് ഇറ്റ് ഈസ് മോർ മെമ്മറബിൾ, ഇറ്റ് ഡിറ്റേഴ്സ് ദം ഫ്രം റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് ഇൻ ദ ഫ്യൂച്ചർ. It is more memorable. If we give a punishment to a child, then it will be memorable to them. അല്ലെ, മെമ്മറബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് കീപ്സ് ദം ഫ്രം റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക്. അല്ലേ, ആ ഒരു സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തും. ഫ്രം റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് ഇൻ ദ ഫ്യൂച്ചർ. Significantly, it will help them to differentiate the right from the wrong in a better way if used properly. So the punishment will help them, the students, to differentiate the right from the wrong. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു അടി കൊടുത്താൽ കുട്ടികൾക്ക് റൈറ്റും റോങ്ങും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അല്ലെ, തിരിച്ചറിയാൻ അവരെ അത് സഹായിക്കും. Nevertheless, if parents are allowed to hit their children for the sake of teaching discipline, some parents may lose control and can injure children. ചിലർ ഭയങ്കര പണിഷ്മെൻ്റാണ്, ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും, അല്ലേ. അപ്പോൾ ഓവർ പണിഷ്മെൻറ്റ് ദാറ്റ് മേ ഇൻജുവർ ദ സ്റ്റുഡൻറ്റ്. ദേ മേ ഫൈൻഡ് ഇറ്റ് ആൻ ഈസി വേ ടു റിലീസ് ദെയർ സ്ട്രെസ്. ചില ടീച്ചേഴ്സും പാരൻസും ദേ ഫൈൻഡ് ഇറ്റ് എ സൊല്യൂഷൻ ടു റിലീസ് ദെയർ സ്ട്രെസ്. അല്ല, ആ ഒരു സ്ട്രെസ്സ് കളയുന്നതിന് വേണ്ടി അടിച്ച് ആ ഒരു ടെൻഷൻ കളയുന്നവരുണ്ട്. അത് ശരിയല്ല. ഇറ്റ് വിൽ ലീഡ് ടു more physical and emotional damage on children, particularly when it not proportional to their age and seriousness of the crime. ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കിന് അങ്ങനെ വലിയ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുഞ്ഞു കുട്ടികൾ ഏജ് അനുസരിച്ച് വേണം നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് ഒരു ഭയങ്കരമായിട്ടുള്ള, അല്ലേ, ഇറ്റ് വിൽ ലീഡ് ടു മോർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡാമേജ് ഓൺ ചിൽഡ്രൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ സ്മോൾ ചൈൽഡ് വെരി ടഫ്ലി, beating him and punishing him, you can have immediate control over him. He will behave well and learn to have respect for his parents and for the other persons. Also, it would be easier to teach him good, but this result may not be lasting. അടി കൊടുത്ത് അല്ലെങ്കിൽ അവർക്കൊരു ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുത്ത് നമുക്കൊരു കാര്യം ചെയ്യിക്കാം, ബട്ട് ഇറ്റ് മേ നോട്ട് ബി ലാസ്റ്റിംഗ്. അത് അങ്ങനെ എപ്പോഴും അത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു സമയത്തേക്ക് ചിലപ്പോൾ അനുസരിക്കും, പിന്നെ അവരനുസരിച്ചില്ല എന്ന് വരും. കോർപ്പറൽ പണിഷ്മെൻറ്റ് ക്യാൻ സംടൈംസ് കോസ് സീരിയസ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ചിൽഡ്രൻ. അല്ലേ, കോർപ്പറൽ പണിഷ്മെൻറ്റിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് സീരിയസ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ചിൽഡ്രൻ. Then, as a result of this, children start to have social problems. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അടി കിട്ടുമ്പോൾ they may start social problems. In my opinion, caning should be done only in extreme cases and when there is no other choice. അപ്പോൾ ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചാൽ it should be done only in extreme cases. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കേസാണെങ്കിൽ മാത്രം. And when there is no other choice, വേറൊരു ചോയ്സ് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ we can use cane. To conclude, I disagree that caning is a restriction against bad behavior. I think we can spare the rod and not spoil the child.
അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നതിന് ശേഷം നിങ്ങളോട് അതിനെ എഗ്രി ചെയ്തോ ഡിസഗ്രി ചെയ്തോ ചോദിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാം. ചില കുട്ടികൾ അതിനെ എഗ്രി ചെയ്യും, ചിലർ ഡിസഗ്രി ചെയ്യും. എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. സോ ഇറ്റ് ഈസ് ബെറ്റർ സി വി ക്യാൻ സ്പെയർ ദ റോഡ് ആൻഡ് നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. നമുക്ക് വടി മാറ്റി കുട്ടിയെ സ്പോയിൽ ചെയ്യാതിരിക്കാം, അല്ലേ? പറഞ്ഞൊക്കെ മനസ്സിലാക്കിക്കാം. ഇറ്റ് ഈസ് ബെറ്റർ ടു കൗൺസിൽ ദ ഒഫൻഡർ ആൻഡ് ജെൻറ്റ്ലി സ്റ്റിയർ ഹിം അവേ ഫ്രം റോങ് ഡൂയിങ്. അവർക്കൊരു ചെറിയൊരു കൗൺസിലിംഗ്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അവരെ റോങ് ഡൂയിൽ നിന്നും മാറ്റി നിർത്താം. അനദർ വേ ഈസ് ടു റിവാർഡ് ഗുഡ് ബിഹേവിയർ ആൻഡ് thereby reinforce the desire to behave well in a child. അപ്പോൾ ഈ ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ചെയ്യാവുന്ന മറ്റൊരു നല്ല കാര്യം റിവാർഡ് ഗുഡ് ബിഹേവിയർ. ആരെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ നല്ല റിവാർഡ് കൊടുക്കുക. അല്ല, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ തെറ്റായിട്ട് പെരുമാറും, ചില കുട്ടികൾ നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് പെരുമാറുന്ന കുട്ടികൾക്ക് ഒരു റിവാർഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു, ഇപ്പോൾ കുറേ പേര് എഴുതാത്തവർക്ക് നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം. അതിനേക്കാളും ബെറ്റർ എഴുതിയവർക്ക് ഗുഡ് റിവാർഡ് കൊടുക്കാം, അല്ലേ? എഴുതിയവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, പിന്നെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പം മറ്റേ കുട്ടികൾ വിചാരിക്കും, ഞാനും എഴുതിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അപ്രീസിയേഷൻ കിട്ടുമായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ അതവരെ പോസിറ്റീവ് മോട്ടിവേഷൻ കിട്ടും, അല്ലേ? അങ്ങനെ പോസിറ്റീവ് മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാം. സോ ദ ബെസ്റ്റ് വേ ഈസ് ടു reward the good behavior and thereby reinforce the desire to have well in a child, to behave well in a child. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് പെരുമാറണമെന്ന ആ ഒരു ബോധ്യം കുട്ടികളെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുറേ പോയിൻറ്റ്സൊക്കെ എഴുതാം. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. Crime and Punishment. It's a humorous short story written by Indian writer R.K. Narayan. Indian writer in English. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റൈറ്ററാണ്, ബട്ട് he has written a lot of works in English. That is he is known as Indian writer in English. അപ്പോൾ R.K. നാരായണൻ്റെ ഒരു വളരെ ഹ്യൂമറസ് ആയൊരു സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഒരു സമ്മറി കിട്ടി, കഥ എന്താണെന്ന് മനസ്സിലായി. ഒരു സാറും കുട്ടിയും തമ്മിലുള്ളൊരു കളി, അല്ലേ? ആ ഒരു ക്രൈമും പണിഷ്മെൻറ്റ്. ദ ക്രൈം ഈസ് ഡൺ ബൈ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഈസ് പണിഷിങ് ദ ടീച്ചർ. കഥ മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കാണ് മോഡൽ എക്സാം. അതിനടുത്ത ആഴ്ച നമ്മുടെ ഫൈനൽ എക്സാമാണ്, അല്ലേ? എക്സാം ഇങ്ങനെ അടുത്തെത്തി. അപ്പോൾ നെക്സ്റ്റ് മൺഡേ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ റിവിഷൻ തരാം. മോഡൽ എക്സാമിന് മുമ്പ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. എങ്ങനെയാണ് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ മോഡൽ എക്സാമിന് എഴുതുക. അതിൻ്റെ ഒരു ട്രയലാണ് മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് മൺഡേ വി ക്യാൻ സീ യു അറ്റ് ദിസ് ടൈം 9 PM. ആൻഡ് ഐ തിങ്ക് അറ്റ് ദാറ്റ് ടൈം ഐ വിൽ റിവൈസ് ദ ഹോൾ പോർഷൻ. ഷുവർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2 ഇംഗ്ലീഷിലെ ഫുൾ പോർഷൻ ഞാൻ നെക്സ്റ്റ് മൺഡേ നിങ്ങൾക്കൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ടൈം കണ്ടെത്തി നിങ്ങൾക്കതിന് റിപ്ലൈ തരാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് ലക്ക്.